ഹായ് ഓൾ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടത് ജംറിങ്, പിന്നെ ബേഡ്സ്, ചെയിന്, നൈലോൺ ത്രെഡ്, പിന്നെ ഹുക്ക്, ഇയർ ഹുക്ക്, ത്രോളിയസ് ലോക്ക് കേട്ടോ. അപ്പോൾ നമ്മളൊരു ജംറിങ് എടുക്കുക, എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു 6 ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, നന്നായി ശ്രദ്ധിക്കുക. ഒരു ജംറിങ് എടുക്കുക, അത് ഓപ്പൺ ആക്കുക, അതിലേക്ക് 6 ജംറിങ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയ ജംറിങ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ നിൽക്കും. നടുഭാഗത്ത് ഒരു ജംറിങ്, അതിന് ചുറ്റോടിയിട്ടും 6 ജംറിങ് കേട്ടോ. എന്നിട്ട് ഒരു ജംറിങ്ങുമേൽ നമ്മൾ നൈലോൺ ത്രെഡ് കുറച്ചൊരു നീളത്തിലെടുത്തിട്ട് കട്ട് ചെയ്ത് ഒരു ജംറിങ്ങുമേൽ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. ഒരു തലഭാഗം, ഒരു അറ്റ ഭാഗം നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഒരു ജംറിങ്ങുമേൽ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അത് നടുവത്തെ ജംറിങ്ങുമേലല്ല, നമ്മൾ 6 എണ്ണം കോർത്ത് കൊടുത്തതിലുള്ള ഏതെങ്കിലും ഒരു ജംറിങ്ങുമേൽ നമ്മൾ ഈ നൂല് ഇതേപോലെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ നടുവത്തേലല്ല, കണ്ടോ, നമ്മൾ കോർത്ത് കൊടുത്ത 6 ജംറിങ്ങുമേൽ ഒരു ജംറിങ്ങുമേൽ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ത്രെഡിൻ്റെ അറ്റഭാഗത്ത്, മറ്റേ അറ്റഭാഗത്ത് നമ്മളൊരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഈ നൈലോൺ ത്രെഡ് ഒന്ന് കുറച്ച് കട്ടിയായി നിൽക്കാനേ ഒന്നെങ്കിൽ പശ തേച്ച് കൊടുക്കുക, നമ്മൾ ഗമ്മൊന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആ ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കെട്ടിട്ട ജംറിങ്ങിൻ്റെ അടുത്തുള്ള ജംറിങ്ങിലേക്ക് കോർത്ത് കൊടുത്ത്, ഇനി നെക്സ്റ്റ് ഒരു ഇത് നമ്മൾ കോർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മുത്ത് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് വലിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡലായിട്ട് വരും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ത്രെഡ് എടുക്കുക കേട്ടോ. നല്ല ശ്രദ്ധിച്ച് നോക്കണം. ഇതേപോലെ അടുത്തുള്ള കണ്ടോ, ആ ഇടയിലേക്ക്, ആ ഇതിൻ്റെ ഇടഭാഗത്തേക്ക് ഈ ബീഡ് ആഡ് ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ 6 മുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 4 എണ്ണം നമ്മൾ കോർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ 6 ബീഡ് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ടില്ലേ, ഫസ്റ്റ് കെട്ടിട്ട ആ ജംറിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പം ആ ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബീഡ് ആഡ് ചെയ്ത് കൊടുത്ത് ആ ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പൂവിൻ്റെ ഷേപ്പിലായി വരികയാണിത് ചെയ്യുക. നല്ല ഭംഗിയാണ് ഇത്. ഞാൻ പല കളറുള്ള ബീഡ്സാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ഒരു കളറുള്ള ബീഡ്സാണ് കയ്യിലുള്ള വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ജംറിങ്ങില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്ത് വലിച്ചിട്ട് നമ്മളവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് വേണ്ടി. ഏറെ വന്ന
ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് നമ്മൾ നൈലോൺ ത്രെഡ് ആകുമ്പോഴുള്ള പ്രശ്നം ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്നൊന്ന് ജസ്റ്റ് കൈ പൊള്ളിക്കരുത്, അത് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കുക. അപ്പോൾ ഇതൊരു പൂവ് മോഡൽ കിട്ടും. ഈ മോഡലിൽ തന്നെ നമുക്ക് പിന്നെ ഇത് 6 ബീഡ്സാണ് ഞാൻ ചെയ്തത്. പിന്നെ 5 ബീഡ്സാക്കി ചെയ്തിട്ട് അപ്പോൾ ഇതിലേറെ ചെറുതായി വരും. അത് ഞാൻ കമ്മലിന് 5 ബീഡ്സാക്കിയിട്ട് 2 ചെയ്തിട്ടുണ്ട്. ഇത് ഈ മോഡലിൽ ഒരു 3 ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് കൈ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഈ മോഡലാണ് നമുക്ക് കിട്ടുക. ഇത് വളരെ സിമ്പിളാണ്, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ.